വാർത്താദിനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നു. കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പ്രഭാത കേരളത്തിനൊപ്പം നമ്മൾക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് ഡാൻ കുര്യൻ, കൊച്ചി ഡാനി പോൾ ഉണ്ട്, കോഴിക്കോട്ട് അശ്വിൻ വല്ലത്തും ചേരുന്നു. ഏറ്റവും പ്രധാന വാർത്ത, സജി ചെറിയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണിത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വീണ്ടും മന്ത്രിസഭയിലേക്ക്, പിണറായി മന്ത്രിസഭയിൽ 2.0 ആയി കടന്നു വരുന്ന ഒരു വർഷം കൂടിയായി ഇത് മാറുന്നു. സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാന വാർത്തയായി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഗവർണർ ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കാരണം നമുക്കറിയാം, സർക്കാർ ഗവർണർ പോര് അതിന്റെ പാരമ്യത്തിലാണ്. ഇതിനിടയിലാണ് ഗവർണറുടെ പുതിയ നീക്കം. പക്ഷേ നിയമവിദഗ്ധർ പറയുന്നത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു ശുപാർശ നൽകിയാൽ ഗവർണർക്ക് അത് അംഗീകരിച്ചേ പറ്റൂ എന്നുള്ളതാണ്. എങ്കിൽ പോലും ഗവർണർ നീക്കം ശ്രദ്ധേയമാണ്. ഡാൻ കുര്യൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. ഡാൻ, സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. 4-ാം തീയതിയാണ് മുഖ്യമന്ത്രി ഗവർണറോട് സമയം ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഈ പുതിയ നിയമോപദേശം തേടുന്ന അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ, ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ, അതോ സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയോ? അതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിരിക്കുന്ന രാജ്ഭവൻ ആ വിഷയത്തിൽ എന്ത് നടപടിയായിരിക്കണം തുടർന്ന് സ്വീകരിക്കേണ്ടത്? അതായത് രാജ്ഭവനിൽ വീണ്ടും സജി ചെറിയാനെ സത്യപ്രതിജ്ഞയ്ക്ക് കളമൊരുങ്ങുമോ? ഇക്കാര്യത്തിൽ ഒരു ആകാംക്ഷ ഉണർത്തിക്കൊണ്ടാണ് ഇന്നലെ വൈകിട്ട് നിയമോപദേശം തേടിക്കൊണ്ട് രാജ്ഭവനിൽ നിന്ന് ഒരു പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിനുശേഷമായിരിക്കും സർക്കാരിന് രാജ്ഭവനിൽ നിന്ന് മറുപടി നൽകുക. എന്തായാലും ആ മറുപടിയിൽ എന്താകും ഉള്ളതെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. ഭരണഘടനയെ അവഹേളിക്കുന്ന നടപടി തന്നെയാണ് സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന നിലപാടിൽ ബിജെപിയും യുഡിഎഫും എല്ലാം ഒരുപോലെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി പ്രതിപക്ഷ കക്ഷികൾ എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതിന്റെ ആദ്യ അനുരണനങ്ങൾ ഇന്നലെ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും സംസ്ഥാന സർക്കാരിന്. കാരണം അത്തരത്തിൽ ഭരണഘടനയെ അവഹേളിക്കുന്ന നടപടിയെടുത്ത ഒരു വ്യക്തിയെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് സർക്കാരിന് തന്നെ ഭരണഘടനയോടുള്ള മനോഭാവമാണ് വെളിവാക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശമാണ്, ഗുരുതരമായ ആക്ഷേപമാണ് ബിജെപി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. കൃത്യമായി തന്നെ, അതായത് ഏത് തരത്തിലായിരിക്കും ഈ ഒരു വിഷയത്തെ ഈ രാജ്ഭവൻ ഇനി നോക്കിക്കാണുക, ഇതുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള അവസരം നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം വരും ദിവസങ്ങളിൽ ആകാംക്ഷ ഏറും. എന്തായാലും 4-ാം തീയതി സത്യപ്രതിജ്ഞ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് സർക്കാർ വൃത്തങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നമുക്കറിയാം ഡാൻ, ഈ സർക്കാർ ഗവർണർ പോര് അത് പലതരത്തിലാണ്. ഗവർണർ ഇപ്പോൾ അടുത്ത ദിവസം കേരളത്തിലേക്ക് മടങ്ങിയെത്തും. 6-ാം തീയതി അദ്ദേഹം തിരിച്ചു പോകുന്ന സാഹചര്യമൊക്കെയുണ്ട്. ഈ ഗവർണറുടെ നീക്കം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പോരിന്റെ, പരസ്പര പോരിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയോ, അതോ അതിന് നിയമപരമായി എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? അതായത് ഗവർണർ ഇത്തരത്തിലൊരു കടുപിടുത്തം പിടിച്ചാൽ, ഒരുപക്ഷെ ഗവർണർക്ക് ഈ സജി ചെറിയാനെതിരെ നിയമോപദേശം കിട്ടിയാൽ ഗവർണർക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ? സത്യപ്രതിജ്ഞ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാൻ ഗവർണർക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? രഞ്ജിത്ത്, വളരെ പ്രസക്തമായ ഒരു കാര്യം. ആ ഒരു സാഹചര്യത്തിന് തന്നെയാണ് കളമൊരുങ്ങുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നിലവിൽ തന്നെ സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിൽ നിരന്തരം മല്ലയുദ്ധത്തിലായിരുന്നു. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധത്തിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതടക്കമുള്ള നിർണായകമായ നടപടികളിലേക്ക് മന്ത്രിസഭ കടക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഒരു വശത്ത് മുഖ്യമന്ത്രി തന്നെ ഗവർണർക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകുമ്പോൾ, മറുവശത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒട്ടും വിട്ടുകൊടുക്കാതെ സർക്കാരിനെതിരെ തല്ലാൻ കിട്ടുന്ന ഓരോ വടിയും എടുത്ത് ആഞ്ഞു പ്രഹരിക്കുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അത്തരത്തിൽ ഗവർണർ ഈ വൈസ് ചാൻസലർമാരെ നീക്കിയ കാര്യത്തിൽ അടക്കം എടുത്ത നിർണായകമായ തീരുമാനങ്ങൾ, ഇടപെടലുകൾ, അതൊക്കെ സുപ്രീം കോടതി തന്നെ പിന്നീട് ശരിവെക്കുന്ന ഒരു സാഹചര്യം കൂടി. അത്തരത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന ആക്ഷേപം നേരിട്ടിരുന്ന സജി ചെറിയാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. ആ സാഹചര്യത്തിൽ സജി ചെറിയാനെ സത്യപ്രതിജ്ഞയ്ക്കുള്ള അവസരം ഒരുക്കുമോ രാജ്ഭവനിൽ? അതുമായി ബന്ധപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് തരത്തിലുള്ളൊരു നിലപാടായിരിക്കും ഇനി എടുക്കുക? അതുതന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. പക്ഷേ ആ നിയമോപദേശത്തിൽ എന്ത് മറുപടിയായിരിക്കും രാജ്ഭവനിൽ ഇനി തിരികെ ലഭിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടിയിൽ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് വരുന്നതിന് തടസ്സമുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും സർക്കാർ അനിശ്ചിതത്വത്തിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രഞ്ജിത്ത്,
അതാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. നമുക്കിനി കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും പോകണം. സംസ്ഥാനത്ത് ഉടനീളം നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം പുതിയ വിവരങ്ങൾ നൽകും. ഇന്നലെ പുതുവർഷ ആഘോഷത്തിന്റെ ലഹരിയായിരുന്നു കേരളം. പ്രദീപ് പിള്ളയും ഒപ്പം അശ്വതി പിള്ളയും നമ്മോടൊപ്പം ഏറ്റവും പ്രധാന വിവരങ്ങളുമായി വരും മണിക്കൂറിൽ ചേരും. ബാക്ക് ടു പ്രദീപ്. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18ന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കെട്ടിലും മട്ടിലും വലിയ വ്യത്യാസങ്ങൾ വരുത്തുന്നു. പ്രദീപ് സാറിന് എന്താ പറയാനുള്ളത്? ഈ ഒരു പുതുവർഷം ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധിയൊക്കെയാണ് എല്ലാവരും ആശംസിക്കുക. അങ്ങനെ ഡസൻ കണക്കിന് 100 കണക്കിന് മെസ്സേജുകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞങ്ങൾ സമാധാനം നിറഞ്ഞ, സഹിഷ്ണുതയുടെ, വെറുപ്പില്ലാത്ത, അത് ജീവിതത്തിൽ മാത്രമല്ല, നേരിൽ കാണുമ്പോൾ മാത്രമല്ല, സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി സഹിഷ്ണുതയുടെ ഒരു പുതിയ വർഷം ആശംസിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഞങ്ങൾ തുടങ്ങുകയാണ്. ഒട്ടേറെ പുതിയ കാഴ്ചകൾ, ഒട്ടേറെ പുതിയ വിഭവങ്ങൾ, പത്രവിശേഷം, നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടർമാരെത്തിക്കുന്ന അപ്പപ്പോഴുള്ള വിവരങ്ങൾ, വിവിധ ദേശങ്ങളിൽ ഏറ്റവും ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി പ്രഭാത കേരളം തുടങ്ങുകയാണ്. ഒപ്പം പ്രഭാത കേരളത്തിന്റെ ഏറ്റവും പ്രത്യേകത ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ ഇന്നു മുതൽ എന്നുള്ളത്. ന്യൂസ് റൂം വിട്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ 2023 ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ജനങ്ങളുമായിട്ട് അടുക്കാൻ കഴിയും, അവരോട് നേരിട്ട് സംസാരിക്കാൻ കഴിയും, അവർക്ക് വാർത്തകളോട് എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് അപ്പപ്പോൾ തന്നെ പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കും. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ അതിന് തയ്യാറാണ്. ശരി, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ ചേർന്നിരുന്നു. ഏറ്റവും വലിയ വാർത്തയും തലസ്ഥാനത്ത് പുതുവത്സര ദിനത്തിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ആഘോഷം ഒക്കെ കഴിഞ്ഞു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് CPM സംസ്ഥാന നേതൃത്വം സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴാണ് രാജ്ഭവനിൽ നിന്നൊരു പുതിയ നീക്കം, ഒരു ചെറിയ ഞെട്ടിപ്പിക്കുന്ന ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. ഈ ഭരണഘടനാ വിരുദ്ധ അല്ലെങ്കിൽ ഭരണഘടനയെ വിമർശിച്ചു എന്ന് സജി ചെറിയാനും ഭരണഘടനയെ അവഹേളിച്ചു എന്ന് പ്രതിപക്ഷവും പറയുന്ന പ്രസംഗം, അതിൽ പോലീസ് നൽകിയ ക്ലീൻ ചിറ്റ് പ്രാപ്തമാണോ, അതും മതിയോ എന്നുള്ള കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുന്നു രാജ്ഭവൻ എന്നുള്ള വാർത്തയാണ് ഡാൻ കുര്യൻ നൽകുന്നത്. അക്കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ലെങ്കിൽ, അതല്ലെങ്കിൽ രാജ്ഭവൻ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ വീണ്ടും അനിശ്ചിതത്വത്തിലാകും. ഡാൻ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും സർക്കാരിനെ ഒരു അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? രാജ്ഭവനിൽ നിന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇതുവരെ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് 4-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. 4-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കുമോ ഡാൻ? പ്രദീപ്, ആ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്തരം ഒരു നിലപാടിലേക്ക് രാജ്ഭവൻ തന്നെ, അതായത് നിയമോപദേശം തേടുകയാണ്. സജി ചെറിയാനെ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം കൃത്യമായി വിലയിരുത്തുന്നതിന് വേണ്ടി അവിടെ നിന്ന് രാജ്ഭവനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ലഭിക്കുന്ന നിയമോപദേശം ഏതെങ്കിലും വിധത്തിൽ സജി ചെറിയാന് എതിരായിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങൾ നേരിടും, വെല്ലുവിളികൾ നേരിടും. അങ്ങനെയാണെങ്കിൽ പുതുവർഷത്തിൽ സർക്കാരിനേൽക്കുന്ന ആദ്യ പ്രഹരമായി അത് മാറുകയും ചെയ്യും. പ്രദീപ്, ശരി ഡാൻ, നമുക്ക് ഡാനിലേക്ക് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കാം. എന്തായാലും രാഷ്ട്രീയ കേരളം, ഭരണസിരാകേന്ദ്രം, സർക്കാർ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന കാഴ്ച ഇതാണ്. സജി ചെറിയാന്റെ കാര്യത്തിലും രാജ്ഭവനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സസ്പെൻസ് സൃഷ്ടിച്ചിരിക്കുന്നു. കൊച്ചിയിലേക്ക് പോവുകയാണ് പ്രഭാത കേരളം. ഡാനി പോൾ അവിടെയുണ്ട്. ഡാനി പോൾ, നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. തീർച്ചയായും രണ്ടുപേർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. കൊച്ചി വലിയൊരു ആഘോഷത്തിന്റെ പിറ്റേന്നിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വർഷം എന്തുകൊണ്ടും മികച്ചതാവട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡാനി, ഫോർട്ട് കൊച്ചിയിലെയും ഐലൻഡിലെയും ഒക്കെ ആഘോഷത്തിന്റെ തിരമാലകൾ അടങ്ങിയോ? പുലർച്ചെ എത്ര മണിയോട് കൂടിയാണ് അവിടെ ആഘോഷം തീർന്നത്? വലിയ വാർത്തയായതാണ്. അതെ, ഇത്തവണ പുതുവത്സരത്തിന് മുമ്പ് തന്നെ പപ്പാഞ്ചി വലിയ വാർത്തയായി. ഒപ്പം കൊച്ചിയിലെ നഗരം, തെരുവ് വീഥികൾ, ഫോർട്ട് കൊച്ചിയൊക്കെ നിറഞ്ഞ കവിഞ്ഞ അവസ്ഥയായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ അതിന്റെ അലയൊലികൾ കഴിഞ്ഞു. പുതുവത്സര
ശരിക്കും തിരക്ക് ഇപ്പോഴും രാവിലെ തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ പലരും പല രീതിയിലാണല്ലോ പുതുവർഷം ആഘോഷിക്കുന്നത്. അപ്പൊ ഇവിടെ ആരാധനാലയത്തിലേക്ക് പോകുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിൽക്കുന്ന ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. സാധാരണ വരുന്ന ഭക്തജനങ്ങൾക്ക് പുറമെ പുതുവത്സരമായതുകൊണ്ട് വരുന്നവർ, ഒപ്പം ശബരിമല തീർത്ഥാടനത്തിനിടയിൽ അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ മടക്കയാത്രയ്ക്കിടയിലോ വരുന്ന സ്വാമിമാരുടെയും തിരക്കുണ്ട്. ഡാനി, പുതുവത്സര ആഘോഷത്തിന്റെ ക്ഷീണവും ഒക്കെ കഴിഞ്ഞ് ആൾക്കാർ ഉണർന്ന് വരുന്നതേയുള്ളൂ. കൊച്ചിയിൽ നിന്ന് പുതുവത്സര ദിനത്തിൽ ഈ ഞായറാഴ്ചയുള്ള വാർത്താ അജണ്ട എന്താണ്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ റെയ്ഡും അറസ്റ്റുമാണ് നാം ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ നിന്ന് കേട്ട വാർത്ത. ഡാനി, തീർച്ചയായും പ്രദീപ്, കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന അതിൻ്റെ തുടർച്ച ഇത് തന്നെയാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശോധനകൾ അതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് പോകുന്നു. ചോദ്യം ചെയ്യലുകളിലേക്ക് നീങ്ങുന്നു. കൂടുതൽ ആളുകൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ട് സമൻസ് നൽകുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മുഹമ്മദ് മുബാറക്കിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അപ്പോൾ ആ അറസ്റ്റിന്റെ ഒരു സാങ്കത്യം എന്ന് പറയുന്നത് അതീവ ഗുരുതര സ്വഭാവമുള്ള കാര്യമാണ്. കാരണം നേരത്തെ പലപ്പോഴും NIA കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു ഹിറ്റ് സ്ക്വാഡ് എന്ന് പറയുന്നത് അത് ഒരു അതിശോക്തിയോടെ പലരും തന്നെ ചോദിച്ചിരുന്നത് ഇങ്ങനെയൊന്നുണ്ടോ എന്നതൊക്കെ എല്ലാം തന്നെ പല കോണുകളിൽ നിന്ന് സംശയങ്ങളെല്ലാം ഉയർന്നിരുന്നു. പക്ഷേ അത് സാധൂകരിക്കുന്ന രീതിയിലാണ് ആ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അയാളിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത്, അതിൻ്റെ ആ ആയുധങ്ങളുടെ ഒരു സ്വഭാവം, അത് സൂക്ഷിച്ച രീതി, ഇതെല്ലാം തന്നെയും കൃത്യമായി പറ്റുന്ന NIAയുടെ വാർത്താക്കുറിപ്പിലടക്കം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ഹിറ്റ് സ്ക്വാഡ് സംസ്ഥാനത്ത് ഉണ്ട് എന്ന് തന്നെയാണ് NIA അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ അടുത്ത ദിവസം മുഹമ്മദ് മുബാറക്കിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നു. കസ്റ്റഡിയിൽ ഇയാളെ ലഭിച്ചതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് ഇത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത് അത് വലിയ ആശങ്കയുണർത്തുന്ന, ഒരേ സമയം ആശങ്കയുണർത്തുന്നൊരു ചോദ്യം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾ ആരായിരുന്നു, ആർക്ക് ഇവർ പരിശീലനം നൽകി, അതോടൊപ്പം ഇവർക്ക് ആര് പരിശീലനം നൽകി എന്നതും അതീവ ഗുരുതര സ്വഭാവമുള്ള, കാരണം ഇവർ എവിടെ നിന്ന് പരിശീലനം, ഈ ഹിറ്റ് സ്ക്വാഡിലെ അംഗങ്ങൾ മുഹമ്മദ് മുബാറക്ക് മറ്റുള്ളവർക്ക് പരിശീലനം നൽകിയെങ്കിൽ ഇയാൾ ഇത് എവിടെ നിന്നാണ് ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ ലഭിച്ചത്, ഇയാൾക്കുള്ളൊരു ട്രെയിനിങ് എന്തായിരുന്നു ഇവരുടെ ദൗത്യം, നേരത്തെ നടത്തിയ ഏതെല്ലാം ഇടപെടലുകളുടെ, അങ്ങനെ ഏതെങ്കിലും ദൗത്യങ്ങളിൽ ഇവർ പങ്കാളികളായിരുന്നു, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഈ മുഹമ്മദ് മുബാറക്കിന് മുന്നിലുണ്ട്. കസ്റ്റഡിയിൽ ലഭിക്കുമ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിലേക്ക് തന്നെയാണ് ഇയാൾ എത്തുന്നത്. അത് കേരളം ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത്, എന്താണ് ഇതിലെ ഒരു പൊരുളെന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു റെയ്ഡിൻ്റെ തുടർച്ച എന്ന പോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ദിവസങ്ങളിലും തൊട്ടടുത്ത ദിവസങ്ങളിലും പ്രധാനപ്പെട്ടത് ഈ PFIയുമായി NIA നടത്തിയ പരിശോധനകൾ തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 8ഓളം പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന കേസുകളുമായി ബന്ധപ്പെട്ട കൈവെട്ട് കേസിലെ പ്രതി, അതോടൊപ്പം തന്നെ വിദ്വേഷ മുദ്രാവാക്യം വിളി കേസിലെ പ്രതി, അങ്ങനെയുള്ളവരെല്ലാം ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാം രണ്ടാം നിര നേതാക്കളായി തന്നെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ ദിവസങ്ങളിൽ ഇവർ ഈ പാർട്ടി നിരോധിച്ച ശേഷവും ഇവർ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് NIAയുടെ 2ാം ഘട്ട പരിശോധനയിൽ വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് സമാഹരിക്കുന്ന തെളിവുകളും വസ്തുതകളുമെല്ലാം ഇപ്പോൾ ഈ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു കമ്മീഷൻ ഡൽഹിയിൽ ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നു. അത് അവർക്ക് മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം റെയ്ഡിന് ശേഷം നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആദ്യ ദിവസം അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ പൊടുന്നനെ തന്നെ ആദ്യം തിരുവനന്തപുരത്ത് നിന്നും പിന്നെ പല ഭാഗത്തു നിന്നും അറസ്റ്റ് ഉണ്ടായി, തുടർച്ചയായി ചോദ്യം ചെയ്യലുണ്ടായി. അറസ്റ്റിലായവരിൽ ഒരാൾ ഇതിന്റെ പരിശീലന വിഭാഗത്തിന്റെ തലവനായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ വന്നു. എന്തായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ്, നമ്മുടെ ലേഖകർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെതിരായ ആക്ഷൻ അവസാനിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ നിരോധനത്തോടു കൂടിയോ അന്ന് നടന്ന ദേശീയ തലത്തിൽ നടന്ന റെയ്ഡോടുകൂടിയോ തീരുന്നില്ല. തുടർ റെയ്ഡുകൾ നടക്കുന്നു, 2ാം നിര നേതാക്കളിലേക്ക് എത്തുന്നു, അന്വേഷണം, പരിശോധനകൾ, വീണ്ടും തെളിവുകൾ ശേഖരിക്കുന്നു. എന്തായാലും നിരോധിക്കപ്പെട്ട സംഘടന ഏതെങ്കിലും രീതിയിൽ അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ രഹസ്യ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെയോ മറ്റു ഗ്രൂപ്പുകളിലൂടെയോ ഒക്കെ ക്ലാൻഡസ്റ്റൈൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനം അനുവദിക്കില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് NIA നീങ്ങുന്നത്. നമുക്ക് കോഴിക്കോട്ടേക്ക് പോയാലോ? കോഴിക്കോട് ഇനി അങ്ങോട്ട് മിഠായി തെരുവും മാനാഞ്ചിറയും അടങ്ങുന്ന കോഴിക്കോട് ഇനി അങ്ങോട്ട് കലയുടെ മിഠായി മധുരം എന്നൊക്കെ മധുരം, അതെ, എന്ത് പറയണം എന്നുള്ളതാണ്. നമുക്ക്
കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസം ഈ ഡിസംബർ ജാനുവരി ഒക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് NSS ക്യാമ്പുകൾ ഇപ്പൊ നടക്കുകയാണ് സ്കൂളുകളിൽ. നമുക്കറിയാം സാറൊക്കെ കാത്തിരിക്കുന്ന സ്കൂളിൽ നിന്ന് പഠിക്കണ്ടാതെ സ്കൂളിൽ പോയി കുട്ടികളായിട്ടൊക്കെ വീട്ടിൽ നിന്ന് ചാടി 10 ദിവസം മാറി നിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്യാമ്പ് നടക്കുന്ന സമയമാണ് ഡിസംബർ. ഒപ്പം ഈ കലോത്സവം അത് ഒരു വികാരമാണെന്ന് പറയാം. കാരണം ഈ സ്കൂളിൽ നിന്ന് നമ്മൾ കലോത്സവത്തിൽ പങ്കെടുക്കാത്ത കുട്ടികൾ പോലും ഈ ചിയറപ്പ് ടീമിൽ പോകും. ചിയർ ഗേൾസ്, ചിയർ ബോയ്സ് എന്നൊക്കെ പറഞ്ഞു. ഞാനൊക്കെ അങ്ങനെ പോയിട്ടുള്ള ആളാണ് കേട്ടോ. കലാപരിപാടികളൊന്നും പങ്കെടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ഫുൾ ഹൈ വോൾട്ടേജ് കൊടുത്ത് അവരെ സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അതെ അതെ. കോഴിക്കോട് കലോത്സവത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും പല കലോത്സവങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു പരിചയം വെച്ചിട്ട് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അത് കോവിഡിന് ശേഷം ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കലാ സാംസ്കാരിക വിരുന്നൊരുക്കി കഴിഞ്ഞാൽ ആ അതിഗംഭീരമായ ജനപങ്കാളിത്തം, അത് കുടുംബമടക്കം ഈ ഓരോ മത്സരം കാണാനും ജനങ്ങളുടെ വലിയ സാന്നിധ്യം ഉണ്ടാവും. മാത്രമല്ല ഈ കെട്ടിയിട്ട് പൂട്ടിയിട്ട ലോക്ഡൌണിന് ശേഷം വരുന്ന മനോഹരമായ കലോത്സവം, ചിലങ്കയുടെ കിലുക്കം, നടനത്തിന്റെ ചാരുത, നാട്യ ഭംഗി, അഭിനയ മികവ് എല്ലാം അവിടെ അരങ്ങേറുന്ന സന്തോഷം തരുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് കോഴിക്കോടുള്ള. അപ്പൊ കോഴിക്കോട് നമുക്ക് അശ്വിൻ വല്ലത്താണ് ചേരുന്നത്. അശ്വിൻ, എന്തായാലും 2 ദിവസം കൂടിയേ ഉള്ളൂ, ഇനി 2 ദിവസം കഷ്ടിയേ ഉള്ളൂ. അപ്പൊ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നമ്മുടെ ടീമും അവിടെ ഉണ്ട്. ഓരോ ചലനങ്ങളും നല്ല സ്റ്റോറികളും ഒക്കെ കണ്ടെത്തി പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. എന്താണ് കലോത്സവത്തിന്റെ ഒരു ആരവം തുടങ്ങി അവിടെ കോഴിക്കോട്? പ്രദീപ്, അശ്വതി, ഹാപ്പി ന്യൂ ഇയർ. ഈ കോഴിക്കോട് ഈ പുതുവത്സരത്തിൽ കോഴിക്കോടിന് ഏറ്റവും വലിയൊരു സന്തോഷം ഈ പറഞ്ഞത് തന്നെയാണ്. കോഴിക്കോട് വീണ്ടും ഒരു കലോത്സവത്തിന് വേദിയാവുന്നു. പൊതുവെ എല്ലാ ഇത്തരത്തിലുള്ള ഹാപ്പി ന്യൂ ഇയർ. ഈ പരിപാടികളൊക്കെ തന്നെ കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ അത് വലിയൊരു ജനകീയ പങ്കാളിത്തമാണ് കോഴിക്കോട്ട് നമ്മൾ കാണാറുള്ളത്. ഇതിനു മുൻപ് കോഴിക്കോട്ട് നടന്ന കലോത്സവം, അന്ന് മാനാഞ്ചിറയായിരുന്നു പ്രധാന വേദി. ആ പ്രധാന വേദിയൊക്കെ നിറഞ്ഞു കവിഞ്ഞ് മിക്കവാറും എല്ലാ വേദികളിലും അത്ര വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്ന കലോത്സവമായിരുന്നു. അതിനുശേഷം ഈ ലോക്ക്ഡൌണിനൊക്കെ ശേഷമുള്ള ഈ കലോത്സവം വലിയ പ്രതീക്ഷകളോടെയാണ് കോഴിക്കോട്ടുകാർ കാണുന്നത്. മാത്രമല്ല ഈ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. നാളെ തന്നെ സ്വർണ്ണക്കപ്പ് എത്തും. നാളെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള പ്രതിഭകളുടെ ആദ്യ സംഘം നാളെ രാവിലെ മുതൽ തന്നെ എത്തിത്തുടങ്ങും. ഇവർക്കൊക്കെയുള്ള സ്വീകരണങ്ങളുണ്ട്. നഗരത്തിലുള്ള 20 സ്കൂളുകളിലാണ് ഇവർക്കുള്ള താമസവും അത്തരം കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. നാളെ മുതൽ തന്നെ ഈ കലോത്സവത്തിന്റെ ഒരു ഉത്സവ ലഹരിയിലേക്ക് കോഴിക്കോട് മാറും. അത് മിഠായി തെരുവും കോഴിക്കോട് ബീച്ചും അതേപോലെ തന്നെ ഈ ഒന്നാം വേദിയായ വിക്രം മൈതാനിയും ക്രിസ്ത്യൻ കോളേജിലാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അവിടെ പഴയടത്തിന്റെ ഒരു നേതൃത്വത്തിൽ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആ തരത്തിൽ ഈ കോഴിക്കോട് മുഴുവൻ ഒരു ഉത്സവ ലഹരിയിൽ അമരാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. പുതുവത്സരത്തിൽ ഈ 2023 കോഴിക്കോടിന്റെ ഏറ്റവും വലിയ സന്തോഷവും ഇതുതന്നെയായിരിക്കും. കാരണം വർഷം തുടങ്ങി ആദ്യം തന്നെയുള്ള ആഘോഷമാണ്. ഇന്നലെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള പുതുവത്സര ആഘോഷങ്ങളൊന്നും അത്തരം പൊതുപരിപാടികളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ കോഴിക്കോടിന് ഉത്സവ ദിവസങ്ങൾ തന്നെയാണ്. ആദ്യത്തെ ആഴ്ച, ജനുവരിയിലെ ആദ്യത്തെ ആഴ്ച ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലേക്ക്, അതിന്റെ ഒരു തിമർപ്പിലേക്ക് കോഴിക്കോട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ഇന്ന് നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന മുജാഹിദ് സമ്മേളനത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന് സമാപന സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ നടക്കാനിരിക്കുകയാണ്. മാത്രമല്ല ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും എന്നാണ് മുജാഹിദ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമ്മേളനം വലിയ വിവാദമായിരുന്നു. കാരണം മുജാഹിദ് സമ്മേളനത്തിലേക്ക് BJP നേതാക്കളെ ക്ഷണിച്ചതും ഈ സമ്മേളനത്തിന് മുന്നോടിയായി BJPയുടെ കീഴിൽ, BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഫാസിസ്റ്റ് ഭീഷണി നേരിടുന്നില്ല എന്നൊക്കെയുള്ള അതിന്റെ നേതാക്കളുടെ ചില പരാമർശങ്ങളും ഒക്കെ വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ഇടത് നേതാക്കൾ തന്നെ, ബിനോയ് വിശ്വവും ജോൺ ബ്രിട്ടാസും ഒക്കെ പോലെയുള്ള ഇടത് നേതാക്കൾ തന്നെ അതെ, ജസ്റ്റ് ബ്രേക്ക് ചെയ്തത് കലോത്സവം കഴിഞ്ഞു എന്ന് എനിക്കറിയാം. കലോത്സവത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു എന്നറിയാം. എങ്കിലും ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. നമുക്ക് ഈ മിഠായി തെരുവ് കോഴിക്കോട് എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം പറയാതെ പോകുന്ന മോശമായിരിക്കും. പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിൽ ഫുഡീസ് ആയിട്ടുള്ള ഒരുപാട് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കോഴിക്കോടിന്റെ ഒരു വൈബ് തന്നെ അതാണ്. വൈകിട്ട് പോകുമ്പോൾ ഈ ഉപ്പിലിട്ടത് അതുപോലെയുള്ള നല്ല നല്ല ഭക്ഷണം, ഈ വഴിയോര കച്ചവടം കൂടുതലുള്ള സ്ഥലമാണല്ലോ കോഴിക്കോട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഈ കോഴിക്കോട് കാണാൻ ആ സമയത്ത് ഈ കലോത്സവ സമയത്തൊക്കെ വരാറില്ല. ആ ഓഡിയൻസിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
തീർച്ചയായും ശ്രുതി, കോഴിക്കോട് ഇപ്പോൾ തന്നെ ഈ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ വെക്കേഷൻ സമയമാണ്. ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടാണ് ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ വലിയ തിരക്കാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് വലിയ തിരക്കാണ്. നഗരത്തിലേക്ക് എത്തുന്നവരുടെ കുടുംബമായിട്ട് എത്തുന്നു ആളുകൾ. ഭക്ഷണം കഴിക്കാൻ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, പലതരം രുചികളുടെ നഗരം കൂടിയാണ് കോഴിക്കോട്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഈ ബീച്ച് ഭാഗത്തൊക്കെ കുറെ കൂടി കൂടുതൽ പുതിയ ടേസ്റ്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു. കാരണം ഈ വെക്കേഷൻ, ഈ ലോക്ക്ഡൌണിനൊക്കെ ശേഷം ഉള്ള വെക്കേഷൻ കുടുംബവുമായിട്ട് നഗരത്തിലേക്ക് എത്താൻ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഇപ്പോഴും ഇനിയിപ്പോൾ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. നമ്മളൊരു വലിയ സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കൊണ്ട് അശ്വിനെയും വിനേഷിനെയും ഒക്കെ സഹായിക്കാനായിട്ട്. ഇവിടെ നന്നായി വിശക്കുന്നുണ്ടല്ലേ അശ്വിനി? നന്നായി വിശക്കുന്നെന്ന് മാത്രമല്ല, ഇത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവലിന് വരണമെന്നുണ്ട്. കുറച്ചുകൂടെ നേരത്തെ ഇങ്ങനെ ഒരു ഷോ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അതിനുള്ള അനുമതിയും വാങ്ങിയെടുത്തേനെ. അശ്വിൻ, എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. നല്ല വാർത്തകൾ കറക്റ്റ് സമയത്ത് കൃത്യമായി ഇടപെട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ആ ഒരു ആശംസ കൂടി ഞാൻ അശ്വിന് തരികയാണ്. ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അപ്പൊ കലയുടെയും ഭക്ഷണത്തിന്റെയും രുചി അറിയാനായി ഏറ്റവും പെട്ടെന്ന് തന്നെ കോഴിക്കോട്ടേക്ക് നമുക്ക് പോകാം. നമുക്കിപ്പോ കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തിയിലുള്ള ഒരു പ്രദേശത്തേക്ക് പോകാം. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സുപരിചിതമാണ് ഈ പേര്. ഡിസംബറിന്റെ പ്രത്യേകത യാത്രകളും കൂടിയാണ്. അതെ, ഇത് പോയിട്ടില്ലാത്തവരും പറഞ്ഞു നടക്കും, നമുക്കറിയാമെന്നുള്ള രീതിയിൽ. കോട്ടയത്തിന്റെയും ഇടുക്കിയിലെയും അതിർത്തിയിലുള്ള ഇലവീഴ പൂഞ്ചിറ കുറച്ച് പറയാൻ കുറച്ച് ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ, അതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ 5 ജില്ലകളിലെ മനോഹരമായ ഗംഭീരാണെന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല. സാർ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ പറഞ്ഞു തള്ളുന്നതേ ഉള്ളൂ. ഇലവീഴ പൂഞ്ചിറയുടെ മേഘത്തിനെയും മഞ്ഞിനെയും ഒക്കെ തൊട്ടൊരുമി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് ഒന്ന് പോയി വരാം. ഇലവീഴ പൂഞ്ചിറയിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരത്തിലാണ് ഇലവീഴ പൂഞ്ചിറ. വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ താമസിച്ചതായാണ് ഐതിഹ്യം. ഭീമസേനൻ പാഞ്ചാലിക്കായി നിർമ്മിച്ച ഒരു ചിറ ഇവിടെ ക്ഷേത്രത്തിന് സമീപമുണ്ട്. ഇല വീഴില്ല എന്ന് വിശ്വസിക്കുന്ന ഈ ചിറയിലുള്ള പ്രദേശത്തിന് കാലക്രമേണ ഇലവീഴ പൂഞ്ചിറ എന്ന പേര് വീഴുകയായിരുന്നു. ഇവിടെ നിന്നുള്ള ഉദയാസ്തമയ കാഴ്ചകൾ അതിമനോഹരമാണ്. മഴയും മഞ്ഞും മാറി മാനം തെളിഞ്ഞാൽ ആയിരക്കണക്കിനടി താഴെയായി മലങ്കര അണക്കെട്ടും വേമ്പനാട്ട് കായലും നെടുമ്പാശ്ശേരിയുമെല്ലാം ഇവിടെ നിന്ന് കാണാം. ഇടുക്കി കോട്ടയം ബോർഡറാണ്. ഇടുക്കി ജില്ല ഏതാണ്ട് ഫുള്ള് കവർ ചെയ്ത് കിട്ടും. അതായത് വാഗമണ്ണ് മുതൽ മൂന്നാർ ഏരിയ വരെ ഫുള്ള് ഒരു സൈഡ്. ഇങ്ങേ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ല മുതൽ എറണാകുളം വരെ. അതായത് തണ്ണീർമുക്കം, ബണ്ട്, ആലപ്പുഴ ബീച്ച്, മറൈൻ ഡ്രൈവ്, ഇങ്ങനെ ഏരിയ എല്ലാം കവർ ചെയ്ത് കാണാവുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലമറ്റം പവർ സ്റ്റേഷൻ, ഇടുക്കിയിലെ വെള്ളം മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്ന് ഒഴുകി വരുന്ന ബ്ലോക്ക് ചെയ്ത മലങ്കര ഡാമാണ് ഈ താഴെ കാണുന്ന വ്യൂ എല്ലാം കൂടെ കാണുന്നത്. വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളുടെ പ്രദേശങ്ങളും കാണാം. ട്രക്കിങ്ങിന് പറ്റിയ പ്രദേശമാണ് ഇലവീഴ പൂഞ്ചിറ. ഇവിടം ഒരു ട്രക്കിംഗ് കേന്ദ്രമാക്കി DTPC വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ പൂഞ്ചിറ ഇപ്പൊ പോകണം തോന്നില്ല. ഉറപ്പായിട്ടും വ്യൂ പോയിന്റിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ, വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വ്യൂ പോയിന്റ്. കാണുന്നതും കേൾക്കുന്നതുമായി എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും വ്യൂ പോയിന്റ് എന്ന് പറയും. വെറുതെ ഗോവണ കയറി മുകളിൽ ചെന്നൊരു ടവറിന്റെ പേരിൽ ചെന്ന് ഉണങ്ങിയ കാഴ്ചകൾ കാണുന്നതിന് പകരം എന്തൊരു ഭംഗി, എന്തൊരു കാഴ്ച, എന്തൊരു നിറവ്. പ്രഭാത കേരളത്തിൽ ഒരു ചെറിയ ഇടവേളയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുണ്ട്. ഒട്ടനവധി ഭക്തജനങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, പുതുവത്സര ദിനത്തിൽ കാണാനെത്തിയവരുണ്ട്. അവരോടൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോഴൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ന്യൂ ഇയറിന് നമ്മളെ കാണുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ കുടുംബത്തുള്ളവരോ ഒക്കെ ചോദിക്കുന്ന ഒരു ക്ലീശ ചോദ്യം, എന്താണ്
നിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ്? താങ്കളുടെ ന്യൂ ഇയർ ഞാൻ പറയാൻ വന്നതാണ്. ഞാൻ കയറ്റി അടിച്ചല്ലോ, എനിക്കറിയാലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നില്ല എന്താണ് സാറിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞാനും എന്റെ സുഹൃത്തുക്കളും ഇക്കാര്യത്തിൽ വളരെ കൃത്യമാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിസംബർ 31 വൈകുന്നേരം അല്ലെങ്കിൽ അർദ്ധരാത്രിയോടനുബന്ധിച്ച് എടുക്കാനും പിറ്റേന്ന് രാവിലെ ഉണർന്ന് കണ്ണൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ലംഘിക്കാനും ഉള്ളതാണ് ന്യൂ ഇയർ റെസൊല്യൂഷനായി നല്ല അടിപൊളി അതറിയാവുന്നത് കൊണ്ടും ഞാൻ താങ്കളോട് ചോദിക്കുന്നില്ല ആ ചോദ്യം. പക്ഷെ എനിക്കറിയേണ്ടത് ന്യൂസ് 18 കേരളത്തിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ്? റീഡെഡിക്കേഷൻ, പുനരർപ്പണം എന്നുള്ളതാണ്. നമ്മുടെ ചില പരസ്യങ്ങൾ, നമ്മുടെ പ്രമുഖകളിലൊക്കെ പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട്. 2 ടാഗ് ലൈൻ ഉണ്ട്. ഒന്ന്, എന്നും ജനങ്ങൾക്കൊപ്പം, അല്ലെങ്കിൽ എന്നും ജനപക്ഷത്ത്, വാർത്തയിൽ എന്നും മുന്നിൽ. അത് തെളിയിച്ച ഒരു വർഷമായിരുന്നു 2022. ജനങ്ങളുടെ വിഷയം വരുമ്പോൾ അത് മലയോര മേഖലയിലാണെങ്കിലും നഗരത്തിലാണെങ്കിലും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നവരുടെ ആണെങ്കിലും തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ കടലോളം കണ്ണീർ എന്ന് പറഞ്ഞ് ആ കണ്ണീർ വരച്ചു കാട്ടി TG സജിത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നമ്മുടെ ലേഖകർ ഒറ്റ ടീമായി കടലോരത്ത് കടലിന്റെ മക്കളുടെ കണ്ണീർ ഒപ്പിയെടുത്തു. അത് നേർക്കാഴ്ചയാക്കി, ചർച്ചയാക്കി. അതുപോലെ തന്നെ നിലപാടുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. പോപ്പുലർ സെന്റിമെന്റിനൊപ്പം, അതല്ലെങ്കിൽ കുറെ നേതാക്കൾ കുറച്ച് ആളെ കൂട്ടി നടത്തുന്ന ചില സമരങ്ങളിൽ നിന്ന് നമ്മുടെ വിയോജിപ്പ്, അതല്ലെങ്കിൽ ആ സമരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ ഗൂഢലക്ഷ്യം എന്നുള്ളത് തുറന്നു കാട്ടിയ ഒരു വർഷം കൂടി ആയിരുന്നു. പല സ്ഥലത്തു നിന്നും നമുക്കുണ്ട്. മാധ്യമ ലോകത്തു നിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. നമുക്കെതിരെ വന്ന വക്കീൽ നോട്ടീസ്, ഭീഷണി ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് പൊട്ടിച്ചിരിച്ചവരും അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞവരും ഇപ്പോൾ എവിടെ എന്ന് ചോദിച്ച് ഒരു പുതുവത്സര ദിനത്തിൽ ആരെയും വെറുപ്പിക്കുന്നില്ല. അതെല്ലാം മായ്ച്ചു കളഞ്ഞു. പക്ഷെ നമ്മുടെ നിലപാട് ശരിയായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഡാൻ കുര്യന്റെ നേതൃത്വത്തിലായിരുന്നു ആ പടയോട്ടം. ഒടുവിൽ അത് ഈ പറയുന്ന പോലെ ഒരു മാധ്യമം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജനം പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷത്തായിരിക്കും എന്നുള്ളതാണ്. ശരിയാണ്, ഒരു കൺസ്ട്രക്റ്റീവ് പ്രതിപക്ഷം എന്നുള്ള റോളുണ്ട്. അതിനൊപ്പം തന്നെ സർക്കാർ കൊണ്ടുവരുന്ന സകല പദ്ധതികളെയും, സർക്കാർ പറയുന്ന സകല പ്രഖ്യാപനങ്ങളെയും എതിർക്കുക എന്നുള്ള ആ പ്രതിപക്ഷ ധർമ്മമല്ല നമ്മുടേത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായാൽ ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നിലനിർത്തുമ്പോൾ തന്നെ വികസന പദ്ധതികൾ, അത് നാട്ടിൽ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രദേശത്തിന്റെ, ഒരു ജില്ലയുടെ, ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന്, സമ്പദ്ഘടനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കുന്ന പദ്ധതികൾ എന്നും ആ പക്ഷത്തും ഉണ്ടാവും. അതാണ് ജനപക്ഷം, അതാണ് ജനകീയ പക്ഷം. അതുകൊണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി വാർത്തകളിൽ ഏറ്റവും ഒടുവിൽ ആദ്യം സജി ചെറിയാന് ദേഷ്യം തോന്നിയിരിക്കാൻ കാര്യം സജി ചെറിയാന്റെ വിവാദ പ്രസംഗം ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് 18 ആണ്. അതിന്റെ പേരിലുള്ള ഒരു ചർച്ച തുടങ്ങി വെച്ചത് ന്യൂസ് 18 കേരളമാണ്. ഏറ്റവും ഒടുവിൽ സജി ചെറിയാൻ പോലീസിന്റെ ക്ലീൻ ചിറ്റോടുകൂടി മന്ത്രിസഭയിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ള വാർത്തയും ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഈ വർഷത്തിൽ നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് കൊടുക്കുമ്പോൾ അഭിമാനത്തോടെ ഞങ്ങൾ പറയുകയാണ്. എന്തായാലും പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പപ്പാനിയെ കത്തിക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, ശബ്ദഘോഷം മാത്രമായിരുന്നു. പുതുവത്സരം നമ്മൾ പലതും പറയുമല്ലോ. ഇപ്പൊ ഉത്സവം, പൂരം പറയുമ്പോൾ തൃശ്ശൂര്, മറ്റ് ഒട്ടനവധി വേലകൾ പറയുമ്പോൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവും ഭരണസിരാ കേന്ദ്രവും പിന്നെ ദിവാൻ പേഷ്കാർ പെരുമയും ഒക്കെ പറയുന്ന പോലെ തന്നെ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് കൊച്ചിയിലാണ് ആഘോഷം. പുതുവത്സരം ആഘോഷമാകുമ്പോൾ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി അടക്കം ഉള്ള പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്ന അവസരം ജനങ്ങൾ മതിമറന്ന് ആഘോഷിച്ചു. പാപ്പാനിയെ കത്തിക്കുന്നത് കാണും. വിവാദമെല്ലാം ഇറക്കി വെച്ച് ആ വിവാദം കൂടി കത്തിച്ചു കളഞ്ഞു. ക്രിസ്മസിന്റെ ആ ന്യൂ ഇയറിന്റെ ആ സെലിബ്രേഷൻ, ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിന്റെയും കൂടെ സെലിബ്രേഷൻ അപ്പോഴാണ് ആഘോഷിക്കുന്നത്. അതിന്റെ ഒരു ആ വാർത്തയിലേക്ക് പോയിട്ട് നമുക്ക് മടങ്ങിയേക്കാം. ജനസാഗരം കാത്തുനിൽക്കെ നിമിഷനേരത്തിനുള്ളിൽ പാപ്പാനി കത്തിയമർന്നു. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതുവർഷത്തിന് തുടക്കമായി. കോവിഡിനെ തുടർന്ന് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊച്ചിൻ കാർണിവലും അതിന്റെ ഭാഗമായുള്ള പാപ്പാനിയെ കത്തിക്കലും നടന്നത്. ആടിയും പാടിയും രാവ് പകലാക്കി പ്രായഭേദമന്യേ ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ ജനം ഒത്തുകൂടി.
കൊച്ചി അടിപൊളിയാണ്, കൊച്ചി ജില്ലയാണ്, കൊച്ചി ഹോട്ടാണ്, കൊച്ചി വൈബാണ്. പോലീസിന്റെ കർശന സുരക്ഷയ്ക്കിടയിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. കോഴിക്കോട്ടെ ഉത്സവ അതും ശബ്ദഘോഷമായിരുന്നു കൂടുതലും, കാണാനിരിക്കുന്നേ ഉള്ളൂ. കൊച്ചിയുടെ ആഘോഷം നമ്മൾ കണ്ടു. അതെ, പാപ്പാഞ്ഞി എനിക്കൊന്ന് പാപ്പാഞ്ഞിയുടെ മുഖമൊക്കെ എനിക്കൊന്ന് ഇത്തവണയാണല്ലേ അതൊക്കെ വലിയ പ്രാധാന്യം തോന്നി. നമുക്ക് ഇതുവരെയും പാപ്പാഞ്ഞി എന്ന് പറയുന്ന രൂപമല്ലാതെ മുഖത്തോട് നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല. പക്ഷെ ഇത്തവണ അതൊരു വലിയ വിവാദമാവുകയും എന്തായാലും അതൊക്കെ അവസാനിക്കുകയും ചെയ്തു. വിവാദം വന്നതും പോയതും എല്ലാം ഒന്നിച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു, നമ്മൾ പാപ്പാഞ്ഞിയെ കത്തിച്ചു. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ഉത്തര മലബാറിലേക്ക്. മലബാറിലെ ഉത്സവ കാഴ്ച കണ്ടു. അസുരവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി നിറഞ്ഞാടുന്ന തെയ്യം. അതും ഈ പറഞ്ഞ പോലെ ഈ ഇലവീഴ പുഞ്ചിരിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. കണ്ടിട്ടില്ലെങ്കിലും തെയ്യം തെയ്യമെന്ന് പറഞ്ഞു നടക്കുന്ന തെയ്യം രൂപം നമുക്കറിയാലോ, തെയ്യത്തിലെ രൂപം അറിയാം, ആ കളർ അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കളർ അത് ഒരു ഭാഗത്ത് അസുരവാദ്യം, ആസുര രൂപം, ആസുരഭാവം വളരെ രൂക്ഷമായി അത്യാവശ്യം കുസൃതി കാട്ടി നിൽക്കുന്ന പിള്ളേരെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ഓടിക്കുന്ന കാഴ്ച കളത്തിന് പുറത്തേക്കുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊപ്പം കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ടോ? പിഞ്ചു കുഞ്ഞുങ്ങൾ അടുത്ത് വരുമ്പോൾ ആ അസുരഭാവം മാറിയിട്ട് അവിടെ വരുന്ന മാതൃഭാവമാണ് അല്ലെ? ഇങ്ങനെ താലോലിച്ച് കൊഞ്ചിച്ച് കളിപ്പിച്ച് അതിന് തിരിച്ചു കൊടുക്കുന്നു. ഈ തെയ്യം അല്ലെങ്കിൽ തെയ്യം കിട്ടിയ ആളുടെ അടുത്ത് മടങ്ങിപ്പോകാൻ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാഴ്ച കണ്ടിട്ടുണ്ട്. എന്തായാലും തെയ്യക്കാഴ്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. തെയ്യത്തിന്റെ കാലമാണ്. ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരിയിലെ അർദ്ധ ചാമുണ്ടി തെയ്യത്തിന്റെ കാഴ്ചകൾ ഒന്ന് കണ്ടുവരാം. മുഖത്തെഴുതി കാലിൽ ചിലമ്പുമണിഞ്ഞ് കോലധാരി അണിയറയ്ക്ക് പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴേക്കും ബാല്യക്കാർ കുളി കഴിഞ്ഞ് ഈറനോടെ പുറത്തു നിൽക്കുന്നുണ്ടാകും. അത്രയും നേരം ക്ഷേത്രസന്നിധിയിലുണ്ടായിരുന്ന തെയ്യക്കോലങ്ങൾ തമ്പുരാട്ടിയുടെ വരവറിയിച്ച് ക്ഷേത്രമുറ്റത്തു നിന്നും വിടവാങ്ങും. ഇനി തിരുമുടി നിവരുന്ന സമയം. അഗ്നിശുദ്ധി വരുത്തിയ തിരുമുടി ഉയരുമ്പോൾ വാദ്യമേളങ്ങൾ ഉച്ചസ്ഥായിലെത്തും. തമ്പുരാട്ടിയുടെ തിരുമുടി നിവരുന്നത് കാണാനെത്തിയവർ ആ സമയം എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പും. ഭജിക്കുകയായിരുന്ന ദേവിയെ മോഹിച്ചെത്തിയ പട്ടരെ വധിക്കുന്നിടത്താണ് അർദ്ധചാമുണ്ടിയുടെ ഐതിഹ്യം തുടങ്ങുന്നത്. ഇവിടുത്തെ പ്രധാന ചടങ്ങ് ഒരു പട്ടരക്കൊത്തി എന്ന് പറഞ്ഞ ചടങ്ങാണ്. അത് പട്ടര ഭഗവതിയെ മോഹിച്ച് വരുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഭഗവതിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഭഗവതി പട്ടരെ ഭരണമായി സ്വീകരിക്കുന്നത് പട്ടർക്ക് ബോധ്യമുണ്ട്. പക്ഷേങ്കിൽ ഭഗവതി പട്ടരെ സ്വീകരിക്കാണ്ട് പട്ടരെ വധിക്കുകയാണ് ചെയ്യുന്നത്. അതിനോടുകൂടി ഭഗവതി ശാന്തരൂപത്തിലേക്ക് വരുമെന്ന്. കോടല്ലൂർ വിശ്വകർമ്മ ദേവസ്ഥാനം, കാഞ്ഞിലേരി അർദ്ധചാമുണ്ടിക്കാവ് എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. പട്ടരുമായുള്ള വാക്കുതർക്കവും തുടർന്ന് നടക്കുന്ന സംഘർഷവുമെല്ലാം ആകാംക്ഷയോടെയാണ് ഭക്തജനങ്ങൾ നോക്കി നിൽക്കുന്നത്. പട്ടരുടെ വധത്തിനു ശേഷം ശാന്തരൂപം പ്രാപിക്കുന്ന ദേവി ഭക്തരെ അനുഗ്രഹിച്ച് അർദ്ധരാത്രിയോടടുത്ത് അരങ്ങേറും. ന്യൂസ് 18 ശ്രീകണ്ഠാപുരം.
ശ്രീകണ്ഠപുരം കാഞ്ഞിലേരിയിൽ കെട്ടിയാടിയ അർദ്ധ ചാമുണ്ഡി തെയ്യത്തിന്റെ കാഴ്ചകൾ നമുക്കായി ഒരുക്കിയത് ആലക്കോട് നിന്ന് ശ്രീനിവാസൻ അഥവാ ആലക്കോട് ശ്രീനിയാണ്. ഇനിയപ്പോ എന്താണ്? ഇനിയപ്പോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇത്തവണത്തെ ഒരു ന്യൂ ഇയറിന്റെ പ്രത്യേകത. അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോ ഇപ്പൊ ഇവിടെ കടകളൊക്കെ ഒരുപാട് തുറന്നിട്ടൊന്നുമില്ല. ഇന്നത്തെ ന്യൂ ഇയറിന്റെ പ്രത്യേകത എന്താ? സൺഡേയും കൂടിയാണ്. അപ്പൊ വൈകിട്ടാവുമ്പോ നല്ല തിരക്കാവും. ഇപ്പം ഇന്നലത്തെ ക്ഷീണത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും മടി പിടിച്ച്. ഫുഡൊക്കെ രാവിലത്തെ ചിലപ്പോൾ ഒന്ന് ഉണ്ടാക്കി തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഉച്ചയോടെ പുറത്തേക്ക് ഇറങ്ങും. അതാണ് തിരുവനന്തപുരത്തിന്റെ ഒരു ശീലം. അപ്പൊ നമുക്ക് ഇവിടെ മൊത്തത്തിലുള്ള ശീലം അങ്ങനെയാണോ? ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അവരുടെ റെസ്പോൺസ് അറിയുക എന്നുള്ളതാണ്. നമ്മൾ ഇനി അടുത്ത അതിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഡാൻ കുര്യൻ നമുക്ക് ആരൊക്കെയാണ് നമ്മോടൊപ്പം ചേരുന്നത്? എന്താണ് അവർക്ക് പറയാനുള്ള വിശേഷങ്ങൾ? തീർച്ചയായിട്ടും. അതായത് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഇന്ന് മലയാളികളെക്കാൾ കൂടുതൽ ഇവിടെ എത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ്, തീർത്ഥാടകരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർ നമ്മോടൊപ്പം ഇല്ലെങ്കിലും ഞാൻ അതിനിടയിൽ നിന്ന് അരിച്ചു പെറുക്കി നമ്മുടെ കുറച്ച് മലയാളി സുഹൃത്തുക്കളുണ്ട്. അവര് ക്ഷേത്ര ദർശനം കഴിഞ്ഞ ശേഷം നമ്മോടൊപ്പം ചേരുകയാണ്. എല്ലാ പുതുവത്സരങ്ങളും ഇവിടെ ഇങ്ങനെ വരാറുണ്ടോ? ആദ്യമായിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ദർശനം നടത്താണ്. ഇവിടെയാണോ സ്ഥലം? എവിടെയാണ്? പാലക്കാടാണ്. ജോലി ചെയ്യാണ്? അതെ, ജോലി ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദർശനം തേടിക്കൊണ്ട് പുതുവർഷം തുടങ്ങുന്നത്? സന്തോഷം. തൊഴുത് ഇറങ്ങാൻ പറ്റിയല്ലോ എന്നുള്ളത് സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പുതുവത്സരം? അനുഭവമായിരുന്നു. അപ്പൊ ഏതായാലും ന്യൂസ് 18ന്റെ എല്ലാ പുതുവത്സര ആശംസകളും. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ജോലിയൊക്കെ? എങ്ങനെ പോകുന്നു? നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? ഓട്ടങ്ങളൊക്കെ കിട്ടി തുടങ്ങി? എന്റെ കാരുണ്യം കണ്ട് ഞങ്ങൾക്കെല്ലാം കിട്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, എങ്ങനെയുണ്ട് പുതുവത്സരം? എങ്ങനെ പോകും? ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്ര സ്റ്റാഫാണ്. ഭഗവാൻ വിളക്കെടുപ്പാണ്. 2.5 വർഷമായിട്ട് ജനങ്ങൾ ടച്ചില്ലാതെ സങ്കടപ്പെട്ടിരുന്നു. പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട്, ആറ്റുവല്ലമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും വെരി ഹാപ്പിയായി. ഇത്തവണത്തെ പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേരുന്നു. അതുമാത്രമല്ല, ഇനിയുള്ള കാലഘട്ടത്തിൽ ഭഗവാന്റെ ചൈതന്യം ഇരിക്കുന്നതുകൊണ്ട് ഇനി ഒരു ആപത്തോടെ വരൂല, സന്തോഷത്തോടെ ഇരിക്കുക. അതുമാത്രം ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു വർഷം. അത് എല്ലാവർക്കും നന്മയുടെ ആകട്ടെ എന്ന ആശംസകൾ നമ്മോടൊപ്പം പങ്കുവെച്ചുകൊണ്ടാണ് പ്രേക്ഷകരും ന്യൂസ് 18നോടൊപ്പം ചേർന്ന്. എന്തായാലും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഇവിടെ കൂടുതലായിട്ട് എത്തുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ ചിരിക്കുന്ന മുഖവുമായി നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് ഒരു പക്ഷേ തലസ്ഥാനത്ത് നടക്കമുള്ള നമ്മുടെ നാട്ടുകാർ തന്നെയാവും. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എല്ലാ വർഷവും ഇത്തരത്തിൽ ഇവിടെ ദർശനം തേടി എത്താറുണ്ടോ? ഈ പുതിയ വർഷം തുടങ്ങുന്ന ഇവിടെ ദർശനം തേടി? അത് തന്നെ, നല്ല ഞങ്ങള് മക്കളെല്ലാം പുറത്തുനിന്നാണ്. ഇങ്ങനെ പുതിയ വർഷത്തിൽ ഇവിടെ എത്തി ഒരു ദർശനം. അതെ, ഇന്ന് ഒരു വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ന്യൂ ഇയർ തന്നെ എന്താ പറയാ, നമ്മുടെ പത്മനാഭന്റെ അടുത്തുനിന്ന് തുടങ്ങാൻ പറ്റി. പുതിയ വർഷം എങ്ങനെ ഇരിക്കുന്നു? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. തിരിച്ചും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, എല്ലാ വർഷവും എത്താറുണ്ടോ ഇവിടെ ഇങ്ങനെ? അപ്പം എന്തായാലും ആ ഒരു പുതിയ വർഷത്തിന്റെ ആശംസകൾ എല്ലാ പ്രേക്ഷകർക്കും നേർന്നുകൊണ്ട് ഞാൻ പ്രദീപിലേക്കും അശ്വതിയിലേക്കും തന്നെ തിരികെ പോകുന്നു. ഡാന്റെ ആ തുടക്കം എനിക്ക് ഇഷ്ടപ്പെട്ടത്. അരിച്ചു പെറുക്കിയ മലയാളികൾ ശരിക്കും സത്യമാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴേ അതറിയാം. അതെ, സ്വാമിമാരുടെ ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തിയും പിന്നെ വിനോദസഞ്ചാരം ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഹെറിറ്റേജ് ടൂറിസം, അതിനിപ്പോ പിൽഗ്രിം ടൂറിസം ഒക്കെ കൂടി ചേർന്നുള്ള കാഴ്ചകളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയിലേക്ക് കൂടി നമുക്ക് പോകണം. പോയി കഴിഞ്ഞ് ഒരുപാട് വിശേഷങ്ങൾ വരാനുണ്ട്. രാജ്യാന്തര വാർത്തകളുണ്ട്, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള വളരെ സമ്പുഷ്ടമായ കാഴ്ചകളുണ്ട്, പത്രവിശേഷം ഉണ്ട്, ഒരുപാട് സെഗ്മെന്റ്സ് വരാനുണ്ട്. ഇടവേളയ്ക്ക് ശേഷം